ഈ രാത്രി 10 മണിക്കും ടേബിൾ കാലിയാൻ വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം എന്തെങ്കിലും ഒരു പ്രത്യേകത കാണത്തില്ല. എങ്കിൽ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഇത്രയും വെറൈറ്റി വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ട് നമ്മുടെ കായംകുളത്ത് മറ്റെവിടെയും കാണത്തില്ലെന്നേ. എല്ലാം വ്യത്യസ്തമായ ദോശകളാണ്. ഞാൻ തന്നെ ഇപ്പം 4 തവണ വന്നു, 4 തവണയും 4 ദോശ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്തത്. പേഴ്സണലി ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളതും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന ഒരു മെയിൻ ഐറ്റമാണ് എന്താ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഐറ്റം, ഈ ഒരു പിസ്സ ദോശ. നമുക്ക് ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താ പിസ്സ പോലെ തന്നെ ഇരിക്കും, എന്നാൽ പിസ്സയെക്കാളിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം. ചീസും വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിച്ചതാണ് കേട്ടോ. അടിപൊളി. ഇവിടുത്തെ ഏറ്റവും പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഇതാ മൗണ്ടൻ ദോശയാണ് കേട്ടോ. ഇതിനകത്തൊക്കെ നിറച്ച് ഫില്ലിങ്സ് ആണ്. അതിൻ്റെ കൂടെ നമുക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാമ്പാറും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൊരു റോള് പോലെ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഈ സാമ്പാറിനകത്തോട് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുക. ഗുഡ്. ഇത് ഇച്ചിരി സ്പൈസിയാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് സ്പൈസി ചീസ് ബിസ്ക്കറ്റ് എന്നാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് നിറയെ ഫില്ലിങ്സ് ആണ്, വിവിധ തരത്തിലുള്ള, വിത്ത് ചീസും ഉണ്ട് കേട്ടോ. നമുക്ക് ഇതും ഇങ്ങനെ പൊതിഞ്ഞെടുക്കുക, ഈ ഒരു സോസിലോട്ടൊന്ന് ഡിപ്പ് ചെയ്യുക, അതിങ്ങനെ പിടിക്കുക. അടിപൊളി. നെയ്യൊക്കെ ചേർത്തിട്ടുള്ള, പൊടിയൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളി സാധനം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇത് കൊണ്ടുവന്നുകൊണ്ട് വെച്ചപ്പോഴേ ഞങ്ങൾ 2 പീസ് കഴിച്ചു നോക്കി. അത് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഒന്ന് എല്ലാത്തിലും ഒന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് വയലോട്ടൊന്ന് വെച്ച് കഴിഞ്ഞുണ്ടല്ലോ. കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഈ ഒരു പഞ്ചദോശയുടെ ഏറ്റവും വലിയ പ്രത്യേകത 3 ഫ്ലേവറാണ്. എന്തായാലും നമുക്ക് ഈ ഒരു പഞ്ചദോശ കഴിച്ച് നോക്കാം. പഞ്ചദോശയുടെ 3 ടേസ്റ്റാണ് കേട്ടോ. ഇത് മസാല ഫില്ലിങ്സ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താണ്ട് വെജിറ്റബിൾസ് ഫില്ല് ചെയ്തിട്ടുള്ള പഞ്ചിൻ്റെ അടുത്ത വെറൈറ്റി. പഞ്ചിനകത്തെ 3ാമത്തെ വെറൈറ്റി ഇതാണ്ട. ഇതൊരു ചാറ്റ് മസാല ഫ്ലേവറാണ് കേട്ടോ. അങ്ങനെ 3 വെറൈറ്റി. ഇനി ബാംഗ്ലൂർ മസാല ദോശ കഴിക്കാൻ നിങ്ങൾ ബാംഗ്ലൂരൊന്നും പോകണ്ട, നമ്മുടെ കായംകുളത്ത് വന്നാൽ മതി. ഇതേ ബാംഗ്ലൂർ മസാല ദോശ സെയിം ആയിട്ട് ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ചട്നിയും സാമ്പാറും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇത്രയും സാധനം കഴിക്കുമ്പോൾ ഒരു സാധനത്തിൻ്റെ ടേസ്റ്റും തമ്മിൽ ഒരു സാമ്യമില്ല. അതായത് ഫുള്ളി വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവേഴ്സാണ് ഓരോ ദോശയ്ക്കും ഇവിടെ നമുക്ക് മുന്നിൽ സെർവ് ചെയ്യുന്നത് കേട്ടോ. അടിപൊളി സാധനം. നമ്മൾ രാമേശ്വരം ഇഡ്ഡലി കഴിച്ചിട്ടില്ലാത്തവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇതിനകത്ത് നെയ്യും പൊടിയും ആഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇഡ്ഡലി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ, പൊടി വേണമെങ്കിൽ പൊടി, ഇനി പൊടി മാത്രം മതിയെങ്കിൽ പൊടി, അല്ലെങ്കിൽ ബട്ടർ മാത്രം മതി എന്നുണ്ടെങ്കിൽ ബട്ടർ, അങ്ങനെ ഏത് തരത്തിലും കസ്റ്റമൈസ് ചെയ്ത് കഴിക്കാനുള്ളൊരു ഓപ്ഷനും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ 2 ചട്നിയും ഒരു സാമ്പാറും തരുന്നുണ്ട്. നമുക്ക് അതിനകത്തുനിന്ന് ഡിപ്പ് ചെയ്തിട്ട് തന്നെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇതാണ് ഇവിടുത്തെ ടമാർ ഐറ്റം. അതായത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. ഷെസ്വാൻ ഐറ്റം ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും കാണത്തില്ല. അത് തന്നെ ഷെസ്വാൻ ചീസ് ഇഡ്ഡലിയാണ് കേട്ടോ. 3-4 കഷ്ണം ഞാൻ കൂടെ മാറി കഴിച്ച് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആ ടേസ്റ്റ് സാധനം. മൊത്തത്തിൽ ഇതിന് ചട്നിയോ ഒന്നും വേണ്ട, അങ്ങനെ ഇതേപോലെ തന്നെ കോരിയെടുത്ത് പ്ലെയിനായിട്ടങ്ങ് കഴിക്കാം നമുക്ക്. കാരണം അത്രയ്ക്കും ഫ്ലേവേഴ്സ് ചേർന്നിട്ടാണ് ഈ ഒരു സാധനം നമുക്ക് മുന്നിൽ കൊണ്ടു തരുന്നത്. ഇനി വേറെ ഒരു സൈഡും വേണ്ട, ഇത് മാത്രം മതി.
നാടാറായിട്ട്. അങ്ങനെ നമ്മുടെ കായംകുളക്കാർക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്ത് വെറൈറ്റി ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ദേ ഇവിടെ വന്നാൽ മതി. 44 വെറൈറ്റിയോളം ദോശകളും 11 ടൈപ്പ് ഇഡലിയും 11 ടൈപ്പ് ഊത്തപ്പവും പിന്നെ ചായയും കോഫിയും ബൂസ്റ്റും ലൈം ടീയും അങ്ങനെ തുടങ്ങി വിരലിൽ എണ്ണാൻ പറ്റാത്തത്രയും വെറൈറ്റി വെജിറ്റേറിയൻ ഫുഡാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. നമ്മുടെ ചെന്നൈ ടിഫിൻ സെന്ററിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കായംകുളം ICICI ബാങ്കിന്റെ തൊട്ടടുത്തായിട്ട് മൈജിയുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ്.